വേണ്ട എന്ന് പറഞ്ഞാൽ അതിനർത്ഥം SDP വേണ്ട ആർഎസ്എസിന് വേണ്ടെന്ന് തന്നെയാണ് അർത്ഥം. അതുകൊണ്ട് SDP ഞങ്ങൾ ഊന്നി പറഞ്ഞാൽ മാത്രമേ ഇവിടെ മതേതരത്വം ഉണ്ടാകൂ എന്നൊക്കെ പറയുന്നതൊക്കെ നിങ്ങൾ ഇവിടെ പറഞ്ഞു വരുത്താൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ അജണ്ടയാണെന്നൊക്കെ നോർമലി ആലോചിച്ച് മനസ്സിലാവും. ഇവിടെ SDPയും DYFIയുമായിട്ട് നല്ല രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായ ഒരു നാടാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. അതുമാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനായ അഭിമന്യുവിനെ രക്തസാക്ഷിയാക്കിയ കേസിലെ പ്രതികൾ ഈ SDPയിൽ നിന്നുള്ള ആൾക്കാരാണ്. അഭിമന്യു കൊലക്കേസിൽ SDPI നേതാക്കൾ കസ്റ്റഡിയിൽ. സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൾ മജീദ് ഫൈസി അടക്കം 6 പേരെയാണ് കസ്റ്റഡിയിലെടുത്തത്. അപ്പോൾ എന്തുകൊണ്ട് SDPI പറയുകയാണ് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞങ്ങളുടെ പിന്തുണ ആവശ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിനെ ശക്തമായി എതിർക്കേണ്ട ചുമതല കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുമാണുള്ളത്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് പറയാത്തതെന്നാണ് ഇവിടത്തെ മാധ്യമപ്രവർത്തകർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ അത് ക്ലിക്ക് ബൈറ്റും രാഷ്ട്രീയ അജണ്ടയും അല്ല. അവിടെ ഒരു മറുപടി കൊടുത്താൽ ഇല്ലെങ്കിൽ SDPI ആയിട്ട് ഞങ്ങൾക്ക് പിന്തുണ വേണ്ട, ഞങ്ങൾ SDPIയെ ഈ ഇലക്ഷന് ശക്തമായി എതിർക്കുന്നു എന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അതൊന്ന് മനസ്സിലാക്കുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും. ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അതിന് ഉത്തരവില്ലാത്തവന്മാരാണ് ഇവിടെ കമ്മി, കൊങ്ങി, സംഘി എന്നൊക്കെ വിളിക്കുന്നത്. അപ്പോൾ അത് ആവർത്തിക്കാതെ താങ്കൾ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കി മറുപടി കൊടുക്കാൻ ശ്രമിക്കുക.